നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 24 ചാക്ക് ഓലപ്പടക്കവും 7 കിലോഗ്രാം പൊട്ടാസ്യം ക്ലോറേറ്റും വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. വെടിക്കെട്ട് കലാകാരൻ കുണ്ടന്നൂർ സുന്ദരാക്ഷന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. സുന്ദരാക്ഷനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് 1-ാം വാർഡ് മന്ദലാംകുന്നിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മാലിന്യ പ്ലാന്റിനെതിരെ നാട്ടുകാർ ജനവാസം കുറവായ മറ്റു മേഖലകളിൽ പ്ലാന്റ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകി. വേലൂരിൽ പുരാവസ്തു വകുപ്പിന്റെ അനാസ്ഥ മൂലം ഒരു ചരിത്ര സ്മാരകം വിസ്മൃതി തേടലിന്റെ വക്കിൽ. സംസ്കൃതം, മലയാളം തുടങ്ങിയ ഭാഷകൾക്ക് വിലമതിക്കാനാകാത്ത സംഭാവനകൾ നൽകിയ അർണോസ് പാതിരിയുടെ 2.5 നൂറ്റാണ്ട് പഴക്കമുള്ള ഭവനമാണ് തകർച്ച നേരിടുന്നത്. അധികൃതർ നടപടിയെടുക്കണമെന്നാവശ്യം. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 24 ചാക്ക് ഓലപ്പടക്കവും 7 കിലോഗ്രാം പൊട്ടാസ്യം ക്ലോറേറ്റും വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. വെടിക്കെട്ട് കലാകാരൻ കുണ്ടന്നൂർ പുഴയ്ക്കൽ സുന്ദരാക്ഷന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് ചാക്കുകളിലാക്കി ഇവ സൂക്ഷിച്ചിരുന്നത്. 3 മാസം മുമ്പ് ഇവിടെ നിന്നും വെടിക്കെട്ട് സാമഗ്രികൾ പിടികൂടിയിരുന്നു. ലൈസൻസ് ഇല്ലാതെയാണ് സുന്ദരാക്ഷൻ ഓലപ്പടക്കം ഉൾപ്പെടെയുള്ള സാമഗ്രികൾ നിർമ്മിച്ച് സൂക്ഷിച്ചിരുന്നത്. വിഷുവിന് വിൽപ്പന നടത്തുവാനാണ് ഓലപ്പടക്കം സൂക്ഷിച്ചിരുന്നത്. വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ റിജിൻ എം തോമസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി സുന്ദരാക്ഷനെതിരെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. SI-മാരായ PS സുമൻ, PV പ്രദീപ്, പോലീസ് ഓഫീസർമാരായ K സഗുൺ, സുബിൻ സുധി, മനു എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. അക്ഷരങ്ങളും പുസ്തകങ്ങളും മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുവാനും അതുവഴി സമൂഹത്തെ മാറ്റിമറിക്കാനും കഴിവുള്ളതാണെന്ന് കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ 11 ദിവസങ്ങളിലായി നടത്തിവന്നിരുന്ന പുസ്തകോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബ്ദുൽ ഖാദർ. കേരളത്തിന്റെ ചരിത്രം മാത്രമല്ല, ലോകത്തിന്റെ ചരിത്രത്തിൽ പോലും പുസ്തകങ്ങളുടെ സ്വാധീനം വിലമതിക്കാനാകാത്തതാണ്. മതങ്ങളുടെ പേരിലും വംശീയതയുടെ പേരിലും മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വ്യത്യസ്ത തലങ്ങളിൽ അതിശക്തമായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മനുഷ്യരുടെ മനസ്സിനെ സ്വാധീനിക്കാനും അതുവഴി സമൂഹത്തെ മാറ്റിമറിക്കാനും കെൽപ്പുള്ളവയാണ്. ലോകത്തിൻ്റെ ചരിത്രം മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെയും ചരിത്രം അത് തെളിയിക്കുന്നതാണ്. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഒരുമനിയൂർ സ്വദേശിയും LF മമ്മിയൂർ കോളേജിലെ ചരിത്ര വിദ്യാർത്ഥിയുമായ അമാന റിഫ അബ്ദുൾ റസാഖ് എഴുതിയ ഫാമിലി ട്രിപ്പ് എന്ന പുസ്തക പ്രകാശനം KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു. ഗീത ടീച്ചർ പുസ്തക പരിചയം നടത്തി. സംഘാടക സമിതി കൺവീനർ MC സുനിൽകുമാർ സ്വാഗതവും ശ്യാം പെരുമ്പിലാവ് നന്ദിയും പറഞ്ഞു. TT ശിവദാസ്, GK പ്രകാശ്, KV വിവിധ്, TV സുരേന്ദ്രൻ, പ്രജിൽ അമാൻ, അമാന റസാഖ് എന്നിവർ പങ്കെടുത്തു. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി മാർച്ച് 9 മുതൽ 20 വരെ ഗുരുവായൂർ EMS സ്ക്വയറിൽ ദിവസവും വ്യത്യസ്തമായ പ്രഭാഷണങ്ങളും സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരുന്നു. കേന്ദ്ര ബജറ്റ് 2025-26 എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് BJP തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. K ദാമോദരൻ സ്മാരക ഹാളിൽ നടത്തിയ സെമിനാർ BJP സംസ്ഥാന വക്താവ് നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പാർട്ടി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം അധ്യക്ഷത വഹിച്ചു. GST ടാക്സ് കൺസൾട്ടന്റ് അഡ്വക്കേറ്റ് രനേഷ് ഗോപാലൻ ബജറ്റിനെ കുറിച്ച് സംസാരിച്ചു. KR അനീഷ് EL, രാജൻ തറയിൽ, ധന്യ രാമചന്ദ്രൻ, IN രാജേഷ്, ചന്ദ്രൻ, അനിൽ മഞ്ചറമ്പത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആദരം മാതൃഭാഷയ്ക്കും ആൻഡോമാഷിനും എന്ന പേരിൽ മാർച്ച് 30-ന് മറ്റത്ത് സംഘടിപ്പിക്കുന്ന മലയാള മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മറ്റും ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, കണ്ടാണിശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തകനുമായ ജെയിംസ് കാട്ടുകാരന് ബ്രോഷർ കൈമാറി പ്രകാശനം നിർവഹിച്ചു. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം TO ജോയ് അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PV നിവാസ്, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും ദേശീയ അധ്യാപക അവാർഡ് ജേത്രിയുമായ M പത്മിനി ടീച്ചർ, ജെയ്സൺ ചാക്കോ, PA ബഷീർ,
അമൽ ജോസ്, KS ദിലീപ്, MR വർഗീസ്, PT സേവി, CM ഷീന, സുധീർ സാരഥി, ഗ്ലാഡ്രെ സി ജോൺ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ജനറൽ കൺവീനർ PJ സ്റ്റൈജു മലയാള മഹോത്സവത്തെക്കുറിച്ച് വിശദീകരിച്ചു. സാമൂഹിക പ്രവർത്തക ദയാബായ്, മുരളി പെരുന്നെല്ലി MLA, ഡോക്ടർ KM അനിൽ, കവികളായ രാധാകൃഷ്ണൻ കാക്കശ്ശേരി, P രാമൻ, സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ R സുരേഷ് തുടങ്ങിയവർ മാർച്ച് 30-ന് കരിസ്മ പാലസിൽ നടക്കുന്ന ആദരച്ചടങ്ങിൽ സംബന്ധിക്കും. തൃശൂർ ജില്ലയിലെ ഹയർ സെക്കൻഡറി മലയാളം വിഷയത്തിൽ 100-ൽ 100 മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ AM റീന അറിയിച്ചു. അനീഷ് ആളൂർ, ജീനു മറ്റം എന്നിവരുടെ നേതൃത്വത്തിൽ സമ്മേളന നഗരിയിൽ മാതൃഭാഷാ ശില്പങ്ങളും ഒരുക്കും. സിമി സാജു, രാധാകൃഷ്ണൻ ചൂണ്ടൽ, അലൻ അക്കര, ഷീജോ വർഗീസ് എന്നിവർ നേതൃത്വം നൽകും. ചാത്തന്നൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മോട്ടോർ സൈക്കിൾ കത്തിനശിച്ചു. യാത്രക്കാരൻ ചാടി രക്ഷപ്പെട്ടു. ബൈക്ക് പൂർണ്ണമായും കത്തി. കറുകപ്പുത്തൂരിൽ റഫീഖിന്റെ ബൈക്കാണ് കത്തിനശിച്ചത്. ഷോർട്ട് സർക്യൂട്ട് മൂലമോ ഇന്ധനച്ചോർച്ചയോ ആകാം തീ പടരാൻ ഇടയായതെന്ന് പറയുന്നു. തുടർന്ന് പട്ടാമ്പി കറുകപ്പുത്തൂർ പാതയിൽ 3/4 മണിക്കൂറോളം ഗതാഗത തടസ്സവുമുണ്ടായി. മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പോർക്കുളം പഞ്ചായത്തും ഫിഷറീസ് വകുപ്പും സംയുക്തമായി മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. സ്വകാര്യ വ്യക്തികളുടെ കുളങ്ങളിലും പൊതുജലാശയങ്ങളിലുമായി നിക്ഷേപിക്കുന്നതിനായി 3600-ലധികം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ രജനി പ്രേമൻ, വിജിത പ്രജി, സുധന്യ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കാർപ്പ് ഇനത്തിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം നടത്തിയത്. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന തെരുവു നായ്ക്കളിൽ പേ വിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ വാക്സിനേഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള തെരുവു നായ്ക്കൾക്ക് പഞ്ചായത്ത് വെറ്റിനറി ഡോക്ടർ അഖിലയുടെ നേതൃത്വത്തിൽ ഡോഗ് കാച്ചിങ്ങിൽ പ്രത്യേക പരിശീലനം നേടിയ രമണിയും ടീമുമാണ് തെരുവു നായ്ക്കളെ പിടിച്ച് വാക്സിനേഷൻ നടത്തുന്നത്. 2 ദിവസമാണ് പേ വിഷ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്നും കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിലേക്കുള്ള വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര ശനിയാഴ്ച നടക്കും. രാവിലെ വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ കുർബാന അർപ്പിക്കും. തുടർന്ന് 9-ന് തീർത്ഥയാത്ര ആരംഭിക്കും. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ സ്ലീബാമോർ ഒസ്താത്യോസ് ബാവയുടെ 95-ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചാണ് പരിശുദ്ധ ബാവയുടെ കബറിങ്കലേക്ക് വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര നടത്തുന്നത്. കല്ലുംപുറം, കൊരട്ടിക്കര, അക്കിക്കാവ്, കുന്നംകുളം, താഴത്തേപ്പാറ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷം തീർത്ഥയാത്ര വൈകിട്ട് 6-ന് ആർത്താറ്റ് കബറിങ്കൽ എത്തിച്ചേരും. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. ലഹരി ഉപയോഗത്തിനെതിരെ ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസും ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാലയും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല എക്സിക്യൂട്ടീവ് മെമ്പർ OC ബാബുരാജ് അധ്യക്ഷനായി. ചാവക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ റിൻഡോ CJ ക്ലാസ് എടുത്തു. നഗരസഭാ കൗൺസിലർമാരായ ദീപ ബാബു, സുബിത സുധീർ എന്നിവർ സംസാരിച്ചു. ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാല സെക്രട്ടറി TS ഷെനിൽ സ്വാഗതവും M നാരായണൻ നന്ദിയും പറഞ്ഞു. ലോകമെങ്ങും ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ വേലൂരിൽ പുരാവസ്തു വകുപ്പിന്റെ അനാസ്ഥ മൂലം ഒരു ചരിത്ര സ്മാരകം വിസ്മൃതി തേടലിന്റെ വക്കിലാണ്. സംസ്കൃതം, മലയാളം തുടങ്ങിയ ഭാഷകൾക്ക് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ അർണോസ് പാതിരിയുടെ 2.5 നൂറ്റാണ്ട് പഴക്കമുള്ള ഭവനമാണ് തകർച്ച നേരിടുന്നത്. 1712-ൽ വേലൂരിലെത്തിയ അർണോസ് പാതിരി വേലൂരിലെ വിശ്വാസികൾക്കായി വേലൂർ പഴയങ്ങാടിയിൽ പ്രാർത്ഥനാലയം സ്ഥാപിക്കുകയും പിന്നീടാണ് വൈദിക മന്ദിരവും ഇന്നു കാണുന്ന പഴയ പള്ളിയും നിർമ്മിച്ചത്. പള്ളി നിർമ്മിക്കുന്നതിനോടൊപ്പം ഹിന്ദുശാസ്ത്രപ്രകാരം കിഴക്കു-പടിഞ്ഞാറു ഭാഗങ്ങളിൽ പ്രവേശന ഗോപുരം നിർമ്മിക്കുകയും മഹാക്ഷേത്ര മാതൃകയിൽ പള്ളിക്കു ചുറ്റും ആനപ്പള്ളമതിൽ പണിയുകയും ചെയ്തു. ക്ഷേത്രത്തിനടുത്ത് കുളം ആവശ്യമാണെന്ന സങ്കല്പത്തിലും കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്നും വരുന്ന വിശ്വാസികൾക്ക് കാൽ കഴുകി ശുദ്ധി വരുത്തി പള്ളിയിലേക്കു കയറുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പടിഞ്ഞാറു ഭാഗത്ത് കുളം നിർമ്മിച്ചത്. ഇതിൽ സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമാണ് വേലൂരിലെ അർണോസ് പാതിരി നിർമ്മിച്ച ദേവാലയവും പാതിരി താമസിച്ചിരുന്ന ഭവനവും. അർണോസ് പാതിരി 2 പതിറ്റാണ്ടോളം താമസിച്ചിരുന്ന വേലൂരിലെ ഭവനമാണ് അറ്റകുറ്റപ്പണികൾ ചെയ്യാതെ നശിക്കുന്നത്. പുത്തൻപാന അടക്കമുള്ള ക്രിസ്തീയ കൃതികളും
സംസ്കൃത വ്യാകരണ പുസ്തകങ്ങളും ഇവിടെയിരുന്നാണ് അദ്ദേഹം രചന നിർവഹിച്ചത്. 2 വർഷത്തിലേറെയായി അർണോസ് പാതിരിയുടെ വേലൂരിലുള്ള അർണോസ് ഭവനം ചിതൽ തിന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വേലൂർക്കാരുടെ ആവശ്യപ്രകാരമാണ് പുരാവസ്തു വകുപ്പ് പാതിരി നിർമ്മിച്ച ദേവാലയവും ഭവനവും ഏറ്റെടുത്തത്. അച്യുതമേനോൻ, A.K. ആന്റണി തുടങ്ങിയ മുഖ്യമന്ത്രിമാരും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും അന്തരിച്ച സൈമൺ ബ്രിട്ടോ അടക്കമുള്ള അനേകം സാഹിത്യനായകന്മാരും ഒട്ടനവധി വിദേശ സഞ്ചാരികളും സന്ദർശിച്ചിട്ടുള്ള ഈ സ്മാരകം ലോകശ്രദ്ധയാകർഷിക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണ്. 1995 സംസ്ഥാന സർക്കാർ അർണോസ് വസതിയും പാതിരി സ്ഥാപിച്ച വേലൂർ ദേവാലയവും സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചത്. ഒരു സംസ്കാരത്തിന് തുടക്കമിട്ട ചരിത്ര സ്മാരകത്തെ സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് അർണോസിനെ സ്നേഹിക്കുന്നവർക്കും വേലൂർ ജനതയ്ക്കുമുള്ളത്. മേരെ പ്യാരെ ചങ്ങായിസ് എന്ന പേരിൽ അതിഥി തൊഴിലാളികൾക്കായി വേറിട്ട ഇഫ്താർ വിരുന്നൊരുക്കി പെരുമ്പിലാവ് അൻസാർ കോളേജിലെ B.Ed വിദ്യാർത്ഥിനികൾ. കാരുണ്യ പദ്ധതിയും NSS ടീമും സംയുക്തമായി സംഘടിപ്പിച്ച ഇഫ്താറിൽ 40ഓളം കുടുംബങ്ങൾ പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായി നടന്ന കുടുംബ സംഗമത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ മഹമ്മൂദ് ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി അതിഥി തൊഴിലാളികൾക്കായി നടത്താനിരിക്കുന്ന തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം ചടങ്ങിൽ വിശദമാക്കി. NSS പ്രോഗ്രാം ഓഫീസർ MS സൗമ്യയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ അബ്ദുൾ മജീദ്, ഡോക്ടർ ഷംസു ഫിർസാദ്, ശ്യാംജിത രാജൻ, അബ്ദുൾ ഹൈ, ഫായിസ, അർഷ തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൾ ഫത്ത്, ഹിഷാം താലിബ്, A.K. അബ്ദുൽ കരീം, R. ഫൈസൽ, കാവ്യ രാജേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ₹1 1 ലിറ്റർ വെള്ളം. പെരുമ്പിലാവിൽ വാട്ടർ ATMന്റെ നിർമ്മാണം തുടങ്ങി. സംസ്ഥാന പാതയിലൂടെ യാത്ര ചെയ്യുന്ന ഒട്ടേറെ യാത്രക്കാർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രയോജനപ്രദമായ കുടിവെള്ള ATM പദ്ധതിയുടെ നിർമ്മാണമാണ് തുടങ്ങിയത്. പെരുമ്പിലാവ് ജംഗ്ഷനിലെ പൊതു കിണറിനോട് ചേർന്ന് 6 ലക്ഷം രൂപ ചെലവിട്ടാണ് ATM നിർമ്മിക്കുന്നത്. ₹1 1 ലിറ്റർ ശുദ്ധജലം ലഭിക്കുന്ന തരത്തിലാണ് ക്രമീകരണം. തണുത്തതോ അല്ലാത്തതോ ആയ വെള്ളം ലഭിക്കും. കിണറ്റിൽ നിന്നും മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്യുന്ന ജലം വലിയ ശുദ്ധീകരണ സംവിധാനം വഴി ശുദ്ധീകരിച്ചാണ് പൊതുജനത്തിന് നൽകുക. ജംഗ്ഷനിലെ കാടുമൂടി നശിച്ചുകൊണ്ടിരിക്കുന്ന പൊതുകിണർ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് പദ്ധതി തുടങ്ങിയത്. പെരുമ്പിലാവ്, പരുവക്കുന്ന്, അംബേദ്കർ നഗർ എന്നിവിടങ്ങളിലെ ജനങ്ങൾ ഒരു കാലത്ത് കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന കിണർ പിന്നീട് മാലിന്യം നിറഞ്ഞ് ഉപയോഗശൂന്യമായിരുന്നു. കിണറ്റിലെ മാലിന്യമെല്ലാം നീക്കം ചെയ്ത് ശുദ്ധീകരിച്ച ശേഷമാണ് ATMനായി ഉപയോഗപ്പെടുത്തുക. പരൂർ മഹല്ല് മീഡിയയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും നോമ്പുതുറയും സംഘടിപ്പിച്ചു. പരൂർ ഡ്രീം പാലസിൽ വെച്ച് നടത്തിയ ചടങ്ങ് മഹല്ല് ഖത്തീബ് അഹമ്മദ് കബീർ സഖാഫി ഉദ്ഘാടനം ചെയ്തു. PMM സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് PM സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, സൊസൈറ്റി പ്രസിഡന്റ് P. ഗോപാലൻ, ദാറുസലാം മസ്ജിദ് ഇമാം അബ്ദുൾ മാജിദ് മൗലവി തുടങ്ങിയവർ സംസാരിച്ചു. മഹല്ല് സെക്രട്ടറി അബ്ദുൾ അസീസ് ഹാജി, വാർഡ് മെമ്പർ ഹാജിറ കമറുദ്ദീൻ, കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. ശേഷം നോമ്പുതുറയും ഉണ്ടായി. ചാലിശ്ശേരി കൗക്കോട് MM-ALP സ്കൂളിലെ ഓമത്തോട്ടത്തിലെ വിളവെടുപ്പ് നടന്നു. കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ K. ബാബു നാസർ, ഫർസാന, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, PTA എക്സിക്യൂട്ടീവ് MU ഫർസാന, സീനിയർ അധ്യാപകരായ T. ബീന കുര്യൻ, K. നീനു പോൾ, സ്റ്റാഫ് സെക്രട്ടറി KT അസീസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പഠന പ്രവർത്തനങ്ങൾക്ക് പുറമെ കുട്ടികൾക്ക് വേറിട്ട അനുഭവങ്ങളാണ് വിദ്യാലയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. കുട്ടികളുടെ പാർക്ക്, ലൈബ്രറി, ഫുട്ബോൾ ടർഫ്, മനോഹരമായ പൂന്തോട്ടം എന്നിവയും കുട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. പരിസ്ഥിതി പരിപാലനത്തിന്റെ സംസ്കാരം സമൂഹത്തിന് പകർന്നു നൽകാനായി ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് ശുചിത്വ, മാലിന്യ സംസ്കരണം, ജലസുരക്ഷ, ഊർജ്ജ സംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിന്റെ അടിസ്ഥാനത്തിൽ A+ ഗ്രേഡോടെ ഹരിത കേരളം മിഷന്റെ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ച സ്കൂളാണ് MM-ALP സ്കൂൾ. ദേശീയ ശാസ്ത്രദിനത്തിൽ മനുഷ്യശക്തിയുള്ള ഊർജ്ജ ഉൽപാദന കണ്ടുപിടുത്തവുമായി മാധ്യമങ്ങളിൽ വൈറലായ സിനാനെയും ഷെഹറിയാറിനെയും മലപ്പുറം വയലത്തൂരിലെ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ സയൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകനും സയന്റിസ്റ്റുമായ അലി തറയിൽ അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെത്തി ഇരു വിദ്യാർത്ഥികൾക്കും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. സൈക്കിൾ ചവിട്ടുന്ന ഒരു വ്യക്തിയുടെ ഊർജ്ജത്താൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും തുടർന്ന് പമ്പ് സെറ്റ് ഘടിപ്പിച്ച് ജലം പമ്പ് ചെയ്യുന്ന കണ്ടുപിടുത്തമാണ് ഇരുവരും ചേർന്ന് കഴിഞ്ഞ ദിവസം സ്കൂളിൽ അവതരിപ്പിച്ചത്. ഈ കണ്ടുപിടുത്തത്തെ മനുഷ്യശക്തിയുള്ള കണ്ടുപിടുത്തമെന്ന് ഷഹരിയാറും സിനാനും വ്യക്തമാക്കിയിരുന്നു. ജൂനിയർ പ്രിൻസിപ്പൽ ഫരീദ E. മുഹമ്മദ്, അസിസ്റ്റന്റ് ജൂനിയർ പ്രിൻസിപ്പൽ ഫബ്ന KF, സയൻസ് അധ്യാപിക അമൃത വിനോദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
ഇവന്റ്സ് വർക്കേഴ്സ് മേഖലയിലെ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവന്റ്സ് വർക്കേഴ്സ് യൂണിയൻ CITU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന് നിവേദനം സമർപ്പിച്ചു. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ചേംബറിലെത്തിയാണ് നിവേദന സമർപ്പണം നടത്തിയത്. CITU സംസ്ഥാന കമ്മിറ്റി അംഗം NK അക്ബർ MLA, യൂണിയൻ ജില്ലാ സെക്രട്ടറി AU ഷെഫീദ്, പ്രസിഡന്റ് PG സുബിദാസ്, ട്രഷറർ TM റോയ്, വൈസ് പ്രസിഡന്റുമാരായ KC സുനിൽ, MK ശശിധരൻ എന്നിവർ സംബന്ധിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്തിലെ 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി വിഭാഗത്തിന് 77,700 രൂപയും ജനറൽ വിഭാഗത്തിന് 3,29,300 രൂപയും ചെലവഴിച്ചാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് സൗജന്യമായി കട്ടിൽ വിതരണം ചെയ്തത്. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജുലറ്റ് വിനു അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് PT ജോസ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന്ന, പഞ്ചായത്ത് അംഗങ്ങൾ, അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ്, ICDS സൂപ്പർവൈസർ ഷൈനി, SC പ്രൊമോട്ടർ അർഷ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആദ്യഘട്ടത്തിൽ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത അർഹരായ 15 പട്ടികജാതി വിഭാഗം ഗുണഭോക്താക്കൾക്കും 40 ജനറൽ വിഭാഗം ഗുണഭോക്താക്കൾക്കുമാണ് കട്ടിൽ നൽകിയത്. പുന്നയൂർ പഞ്ചായത്ത് 1-ാം വാർഡ് മന്ദലാംകുന്നിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മാലിന്യ പ്ലാന്റിനെതിരെ നാട്ടുകാർ ജനവാസം കുറവായ മറ്റു മേഖലകളിൽ പ്ലാന്റ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ അധികൃതർക്ക് നിവേദനം നൽകി. നിയമപ്രകാരം പുന്നയൂർ പഞ്ചായത്തിന്റെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന പുറമ്പോക്ക് ഭൂമിയിൽ ഷെഡ് ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങൾ നിരോധിച്ച് ഉത്തരവുണ്ടായിരിക്കെ തീരദേശ പരിപാലന നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്ന കടൽ തീരത്തെ പുറമ്പോക്ക് ഭൂമിയിലാണ് മാലിന്യ പ്ലാന്റ് നിർമ്മിക്കാൻ പുന്നയൂർ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. ഇത് ഇവിടുത്തെ ജനങ്ങൾക്കും സമീപമുള്ള ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അധികൃതർക്ക് പരാതി നൽകിയത്. മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, ആരോഗ്യവകുപ്പ് മന്ത്രി, ആരോഗ്യവകുപ്പ് സെക്രട്ടറി, തദ്ദേശ വകുപ്പ് മന്ത്രി, തദ്ദേശ വകുപ്പ് സെക്രട്ടറി, ജില്ലാ മെഡിക്കൽ ഓഫീസർ, RTO, പുന്നയൂർ വില്ലേജ് ഓഫീസർ എന്നിവർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. പുന്നയൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഭീമഹർജിയും നൽകി. പ്രദേശത്ത് നിലവിലുള്ള മിനി MCF ഉണ്ടായിരിക്കെയാണ് പുതിയ പ്ലാന്റ് ഇവിടെ നിർമ്മിക്കാൻ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. 20 വാർഡിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സംഭരിക്കുന്നത് പ്രദേശവാസികളോടും ടൂറിസം മേഖലയ്ക്കും വളരെയേറെ പ്രാധാന്യമുള്ള നാടിനെയും നശിപ്പിക്കുന്ന പ്രവൃത്തിയാണെന്ന് പരാതിയിൽ പറയുന്നു. ഇത്തരം ശ്രമങ്ങളിൽ നിന്ന് പഞ്ചായത്ത് അധികൃതർ പിന്മാറണമെന്നും തീരദേശത്ത് കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ കൂടുതൽ തീരങ്ങളുള്ള മറ്റിടങ്ങളിലേക്ക് പദ്ധതി മാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതിന് ആ പ്രദേശത്ത് താമസിക്കുന്നവരും അവിടുത്തെ വിദ്യാലയങ്ങൾ, സ്കൂൾ, ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളുണ്ട്, അവിടെ താമസിക്കുന്ന ആളുകളുണ്ട്. ഈ താമസിക്കുന്ന മേഖലയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കെ അതെല്ലാം കാറ്റിൽ പരത്തിക്കൊണ്ട് പുന്നയൂർ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ നിന്ന് നിർമ്മിക്കാൻ പോകുന്നു. അത് ഒരു കാരണവശാലും ഇവിടുത്തെ പ്രദേശത്തുള്ള ആളുകൾ ഒരിക്കലും അത് അവിടെ വരുത്താൻ അനുവദിക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും റവന്യൂ മന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും തൃശൂർ DMO എന്ന് വേണ്ട മറ്റെല്ലാ ആളുകൾക്കും ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. വേനൽ കടുത്തതോടെ ഗുരുതര കുടിവെള്ള ദൗർലഭ്യം നേരിടുന്ന തലക്കോട്ടുകര, മണലി, കേച്ചേരി, റെനിൽ വരെയുള്ള ഭാഗങ്ങളിലേക്ക് വാഴാനി കനാലിലൂടെ വെള്ളമെത്തിച്ച ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരെ ചൂണ്ടൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മണലി കനാൽ ബണ്ട് പരിസരത്ത് ചേർന്ന അനുമോദന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം TP പ്രജീഷ് അധ്യക്ഷനായി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ PS സന്ദീപ്, VP ലീല, സ്മിത ഷാജി, പാടശേഖര കമ്മിറ്റി ഭാരവാഹി ഡേവിസ് മണലി, വാഴാനി ജലസേചന കമ്മിറ്റി അംഗം ബൈജു കുറ്റിക്കാട്ട്, പൊതുപ്രവർത്തകരായ VK ഹരിദാസ്, KL പോൾസൺ, CL ചെറിയാൻ, മുൻ സ്ഥിരം സമിതി ചെയർമാൻ ഷാജി കൂലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വാഴാനി ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ PSN സാൽവിൻ, ജീവനക്കാരൻ സജിത്ത് എന്നിവർ മറുപടി പറഞ്ഞു. മാർച്ച് 27 വ്യാഴാഴ്ച ലോക നാടക ദിനാഘോഷത്തിന്റെ ഭാഗമായി ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് അണിയിച്ചൊരുക്കിയ പുതിയ നാടകത്തിന്റെ ആദ്യ അവതരണത്തിന് വേദിയൊരുക്കുന്നു. വീട്ടിറങ്ങിൽ ഒരുക്കിയിരിക്കുന്ന ശങ്കരേട്ടന്റെ വെളിപാടുകൾ എന്ന നാടകം രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് പ്രദീപ് നാരായണനാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാര ജേതാവും 50 വർഷത്തിലേറെ കാലമായി നാടകരംഗത്ത് സജീവ സാന്നിധ്യവുമായ മീനരാജ് പള്ളുരുത്തിയാണ് നായക കഥാപാത്രമായ ശങ്കരേട്ടനായി അഭിനയിക്കുന്നത്. ഫാലിമി എന്ന സൂപ്പർഹിറ്റ് സിനിമയിലെ മുഖ്യ കഥാപാത്രമായി പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ മീനരാജ് സിനിമാ തിരക്കുകൾക്ക് അവധി കൊടുത്താണ് നാടക ക്യാമ്പിലെത്തിയത്. ഒരു വീടാണ് നമ്മളുടെ കഥാപാത്രം. ആ വീട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും
ഓരോ കഥാപാത്രങ്ങൾ കയറി വരുന്നതും ഇപ്പോൾ നടക്കുന്ന മാതാപിതാക്കളെ ഒക്കെ കൊണ്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി വിടുന്നില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. അങ്ങനെ അത് മാത്രമല്ല, എല്ലാതും ഉണ്ട്. സീരിയൽ അഭിനേത്രിയായ രജനി മുരളിയാണ് നാടകത്തിലെ ഹൃദയകുമാരി എന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. 2014 നോക്കുകുത്തികൾ ഉണ്ടാവുന്നത് എന്ന നാടകവും നിങ്ങൾ ക്യൂവിലാണ് എന്ന നാടകവും ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ് ഇതിനു മുൻപ് വീട്ടരങ്ങ് വേദിയിലൂടെ അരങ്ങിലെത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വീട്ടരങ്ങ് എന്നുള്ള ആ ഒരു ഫോർമാറ്റിൽ, അതങ്ങനെ ഒരു വീട് തിയേറ്റർ ആകുന്ന രീതിയിലേക്ക്, വീട് സ്റ്റേജ് ആകുന്ന രീതിയിലേക്ക് നമ്മൾ മൂന്നാമത് ഒരു നാടകം ഒരുക്കുകയാണ്. ഉച്ചപ്രാന്ത് എന്നാണ് പേര്. ഇത് നാരായണേട്ടൻ പ്രധാന കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച ഒരു ഷോർട്ട് ഫിലിം, ഞങ്ങൾ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സ്വതന്ത്രമായ നാടകാവിഷ്കാരമാണ്. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് മീനാരാജും രജനി ചേച്ചിയും പിന്നെ നമ്മുടെ NTVയിലെ സ്ഥിരം ടീം, ഇപ്പോൾ ഉണ്ണികൃഷ്ണ വിരിപ്പാക്ക, സുനിൽ ചന്ദ്രൻ, ശങ്കരമേനോനും ഭാര്യ ഹൃദയകുമാരിയും താമസിക്കുന്ന വീട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അയൽപ്പക്കത്തുള്ളവർ കാണുന്ന രീതിയിലാണ് ശങ്കരേട്ടന്റെ വെളിപാടുകൾ എന്ന നാടകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ശബ്ദവും വെളിച്ചവും കൊടുത്ത് സാമൂഹ്യ സംഗീത നാടകം എന്നുള്ള രീതിക്ക് പകരമായിക്കൊണ്ട്, അതിന് ബദലായിക്കൊണ്ട് തന്നെ നമ്മൾ നാടകങ്ങൾ മുൻകാലങ്ങളിലേതുപോലെ നമ്മൾ NTV ചെയ്തിട്ടുള്ളത് നോക്കുകുത്തികൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ നാടകം ചെയ്തിട്ടുള്ളത് ഗൃഹസദസ്സുകളിലാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീടുകളിലാണ് ഈ നാടകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഈ ലോക നാടക ദിനത്തോടനുബന്ധിച്ച് തുടങ്ങുന്നതിനോട് ഒപ്പം ഇനിയിവിടെ നമ്മൾ തുടർന്ന് നമ്മൾ ഗൃഹസദസ്സുകളിലാണ് കൂടുതലായിട്ട് നാടകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീട്ടുമുറ്റത്തു കളിക്കുന്ന നാടകമല്ല, വീടും മുറ്റവും തന്നെ സ്റ്റേജാക്കിയാണ് നാടകം അവതരിപ്പിക്കുന്നത്. നാരായണേട്ടൻ ചെയ്ത റോളിലേക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയിൽ തന്നെ പ്രദീപ് നാരായണൻ ക്ഷണിച്ചു. ഞാൻ എങ്ങനെ വന്നതാണ്. ഇത് മനുഷ്യൻ്റെ ബന്ധങ്ങളുടെ അർത്ഥമില്ലായ്മയും ഒക്കെ പറയുന്നൊരു നാടകമാണ്. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കളെക്കുറിച്ചുള്ള ഒരു ആധി ഈ നാടകത്തിൽ. കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിലെ മതിൽക്കെട്ടുകൾ വർലി ചിത്രകലയാൽ മനോഹരമാക്കി വിദ്യാർത്ഥികൾ. 2ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള 30ഓളം കുട്ടികൾ 2 ആഴ്ചയോളം ചെലവഴിച്ചാണ് മതിൽക്കെട്ടുകളിൽ ചിത്രങ്ങൾ വരച്ചത്. മഹാരാഷ്ട്രയിലെ വർലി ഗോത്ര ജനവിഭാഗത്തിന്റെ പരമ്പരാഗത ചിത്രകലയായ വർലി ചിത്രകല സ്കൂളിലെ കലാധ്യാപിക ആതിരയുടെ മേൽനോട്ടത്തിലാണ് കുട്ടികൾ ചെയ്തത്. മണ്ണ് പുരണ്ട ചുവന്ന തറയിലോ മതിലിലോ വരയ്ക്കുന്ന ഈ ചിത്രങ്ങളിൽ മനുഷ്യർ, മൃഗങ്ങൾ, വൃക്ഷങ്ങൾ തുടങ്ങിയ പ്രകൃതി സംബന്ധമായ ഘടകങ്ങൾ ലളിതമായ ഭൗമിതിക ആകൃതികളായാണ് വരയ്ക്കുക. കുട്ടികളിൽ പാരമ്പര്യ കലാബോധം ഉണർത്താൻ വേണ്ടിയാണ് വർലി ചിത്രകല തെരഞ്ഞെടുത്തതെന്ന് കലാധ്യാപിക അഭിപ്രായപ്പെട്ടു. തൃപ്പറ്റ മര്യാദമൂല ചാരിറ്റബിൾ സൊസൈറ്റി റംസാൻ വിഷു കിറ്റ് വിതരണം ചെയ്തു. സൊസൈറ്റി ചെയർമാൻ പെരിയാട്ടയിൽ മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് വെള്ളപ്പറമ്പിൽ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KP ധർമ്മൻ, മജീദ് വാക്കുളത്തിൽ, VN ഷനോജ്, റഷീദ് കള്ളിവളപ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സ്കൂളിലെ അധ്യാപക, അനധ്യാപക ജീവനക്കാർ സംഗമത്തിൽ സംബന്ധിച്ചു. PTA പ്രസിഡന്റ് RH ഹാരിസ് ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ PM സബൂറ അധ്യക്ഷയായി. PM മൂസിൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാനാധ്യാപിക VC ബോസ്, അധ്യാപകരായ OF ജോസ്, ജിമ്മി ബേബി, PTA വൈസ് പ്രസിഡന്റ് VM അനസ്, മദർ PTA പ്രസിഡന്റ് അസ്മ ഷക്കീർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി പഞ്ചായത്ത് 11ാം വാർഡിലെ കാക്കശ്ശേരി ലക്ഷം വീട് ഉന്നതിയിലെ 30ഓളം കുടുംബങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് സ്ഥാപിച്ച 2000 ലിറ്ററിന്റെ വാട്ടർ ടാങ്കും അനുബന്ധ പൈപ്പുകളും ഉപയോഗശൂന്യമായതായി കോൺഗ്രസ്. 1.5 വർഷം പിന്നിടുമ്പോഴും വൈദ്യുതി ലഭിക്കാത്തതുമൂലം ഇതുവരെയും പദ്ധതി ആരംഭിക്കാൻ സാധിച്ചില്ലെന്നും ആരോപണം. പഞ്ചായത്തിന്റെ അധീനതയിൽ തൊട്ടടുത്തുള്ള കിണറ്റിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് ടാങ്കിൽ നിറച്ചാണ് ഉന്നതിയിലെ നിവാസികൾക്ക് ഉപയോഗിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതി ആരംഭിച്ചത്. പഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം പദ്ധതി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. കിണറിന്റെ റിങ്ങുകൾ പലതും ദ്രവിച്ച് കമ്പികൾ തുരുമ്പുവന്ന അവസ്ഥയിലാണ്. കിണറിന്റെ ഉൾവശം വൃത്തിയാക്കാത്തതുമൂലം കിണറിലെ വെള്ളം മഞ്ഞ നിറത്തിലാണുള്ളത്. ലക്ഷങ്ങൾ പാഴാക്കി 2 വർഷം മുമ്പ് ഈ കിണർ അരയന്ന മാതൃകയിൽ മോടി പിടിപ്പിച്ചിരുന്നു. കിണർ മോടി പിടിപ്പിച്ചു എന്നതല്ലാതെ കോളനിയിലെ നിവാസികൾക്ക് ശുദ്ധജലം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ഒന്നും തന്നെ ചെയ്തില്ല. കിണറിന്റെ ഉൾവശം വൃത്തിയാക്കാതെയും ദ്രവിച്ച റിങ്ങുകൾ സിമന്റ് ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്യാതെയും ഏകദേശം 1 ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ട് കിണറിന്റെ പുറംവശം മാത്രം മോടി പിടിപ്പിക്കുകയാണ് ചെയ്തതെന്ന് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലിയും
മണ്ഡലം സെക്രട്ടറി രവീന്ദ്രൻ കാക്കനാട്ടും പറഞ്ഞു. അരയന്ന മാതൃകയിൽ നിർമ്മിച്ച കിണർ പരിസരത്ത് കളിക്കുന്ന കുട്ടികൾക്ക് ഭീഷണിയാണെന്നും ഗ്രില്ലുകൾ എത്രയും പെട്ടെന്ന് നിർമ്മിക്കണമെന്നും കിണർ അറ്റകുറ്റപ്പണികൾ നടത്തി വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നും സ്റ്റാൻലി ആവശ്യപ്പെട്ടു. കറണ്ടിന്റെ കണക്ഷൻ ലഭിക്കാത്തത് മൂലമാണ് ഇന്നും ഈ പദ്ധതി പ്രവർത്തനമില്ലാതെ അവിടെ കിടക്കുന്നത്. കിണറിന്റെ റിങ്ങുകൾ, അതിലെ കമ്പികളെല്ലാം ദ്രവിച്ച് തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ആ കിണറ്റിലെ വെള്ളം വൃത്തിയാക്കാത്തത് മൂലം ഇന്നും മഞ്ഞ നിറത്തിലാണ് അവിടെ കിടക്കുന്നത്. വൈദ്യുതി കണക്ഷൻ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് എടുത്തുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ള ഒരു പദ്ധതിയാക്കി മാറ്റണം. ഇത്രയും കൊടും വേനലിൽ പ്രത്യേകിച്ചും ആ ലക്ഷം വീട് കോളനിയിൽ ജനങ്ങൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന സമയമാണ്. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. കടലാസിൽ മാത്രം വികസനം കാണിച്ച് അവാർഡ് വാങ്ങുന്ന രീതി ഉപേക്ഷിച്ച് ജനങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കൂടിയായ പഞ്ചായത്ത് അംഗം ജയ ടീച്ചറും പഞ്ചായത്ത് പ്രസിഡന്റും ശ്രദ്ധിക്കണമെന്നും സ്റ്റാൻലി ആവശ്യപ്പെട്ടു. മരത്തങ്കോട് അമ്പലം പള്ളി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ഏകദിന ഏകാദശ രുദ്രയാഗം ശനിയാഴ്ച നടക്കും. രക്ഷാധികാരി ശ്രീലാൽ ശാന്തിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഏകദിന ഏകാദശ രുദ്രയജ്ഞത്തിൽ പെരുമ്പടപ്പുമാന ഋഷികേശൻ സോമയാജിപ്പാട്, വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കൽ, രാമചന്ദ്രൻ തന്ത്രി, രാജനാരായണ കാളിദാസ ഭട്ട് തിരുമിറ്റക്കോട്, നേപ്പാളിലെ ശ്രീമദ് ബ്രഹ്മാനന്ദ ഗിരിസ്വാമി എന്നിവർ അതിഥികളായി പങ്കെടുക്കും. ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രികൾ, വിനു മഹോദയ തന്ത്രി, ഷാജി ശർമ്മ എന്നിവരാണ് യോഗാചാര്യന്മാർ. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 28-29 തീയതികളിൽ ഗുരുവായൂർ ടൗൺ ഹാളിൽ നടക്കും. സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. നഗരസഭാ ലൈബ്രറി ഹാളിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PK പുഷ്പാകരൻ അധ്യക്ഷനായി. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി TB സുബൈർ, സംസ്ഥാന പ്രസിഡന്റ് PR ജയപ്രകാശ്, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് C സുമേഷ്, CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസ്, ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ KM അഷ്റഫ്, CITU ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ് എന്നിവർ സംസാരിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം ചൊവ്വന്നൂർ കരുണാലയത്തിൽ ആദരവ് 2025 സംഘടിപ്പിച്ചു. ചടങ്ങിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന SSLC വിദ്യാർത്ഥികളെ സൗജന്യമായി ട്രെയിനിംഗ് നൽകി വിജയത്തിലേക്ക് എത്തിച്ച യുവ എഴുത്തുകാരൻ വിഷ്ണു കിടങ്ങൂരിനെ സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം ഉപഹാരം നൽകി ആദരിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജി തോമസ് N അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ എലിസബത്ത്, സിസ്റ്റർ ലൂമിയ, പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡെന്നിസ് മങ്ങാട്, പ്രകൃതി സംരക്ഷണ സംഘം യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് വിഷ്ണു NM തുടങ്ങിയവർ പങ്കെടുത്തു. കടുത്ത വേനൽ ചൂടിൽ അലയുന്ന പറവകൾക്കായി സ്നേഹ തണ്ണീർക്കുടം ഒരുക്കിയ പെരുമ്പിലാവ് അൻസാർ സ്കൂൾ പ്രീ KG വിദ്യാർത്ഥിയും അഴകൻ കണ്ടത്തിൽ നസീർ ഷാരിയ ദമ്പതികളുടെ മകനുമായ ഹൈസാൻ സഹക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി. സ്കൂളിലെ SPC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്യാമ്പസിലെ കുട്ടികളുടെ വീടുകളിൽ പറവകൾക്കു വേണ്ടി തണ്ണീർക്കുടം ഒരുക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് ഹൈസാൻ സഹക്കെ പുത്തൻകുളത്തെ വീടിന് സമീപത്തെ പറമ്പിലെ മൾബറി മരത്തിൽ മൺചട്ടിയിൽ പറവകൾക്കായി വെള്ളം നിറച്ചുവെച്ചത്. കുന്നംകുളം YWCAയുടെ നേതൃത്വത്തിൽ അരി വിതരണം നടത്തി. ആദ്യ അരി വിതരണം പ്രസിഡന്റ് പ്രിയ ജിനി നിർവഹിച്ചു. സെക്രട്ടറി സുനിത മോഹൻ, ട്രഷറർ ജബീന ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. 300 പേർക്കാണ് അരി നൽകിയത്. YWCA 2025 വാർഷിക വിൽപ്പനയുടെ ലാഭവിഹിതത്തിൽ നിന്നുമാണ് എല്ലാ വർഷവും അരി വിതരണം നടത്തുന്നത്. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 8,270 രൂപ, പവന് 66,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 110 രൂപ. ചരമം. കോട്ടപ്പടി പിള്ളക്കാട് വലിയകത്ത് പരേതനായ കുഞ്ഞുമുഹമ്മദ് മകൻ ജലീൽ ഹൃദയാഘാതം മൂലം സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ച് നിര്യാതനായി. 51 വയസ്സായിരുന്നു. ഖബറടക്കം പിള്ളക്കാട് ജുമാ മസ്ജിദിൽ നടന്നു. ഷെമീന ഭാര്യയും നസ്രിൻ നിദ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 21 ചാക്ക് ഓലപ്പടക്കം വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. വെടിക്കെട്ട് കലാകാരൻ കുണ്ടന്നൂർ സുന്ദരാക്ഷന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് പടക്കശേഖരം സൂക്ഷിച്ചിരുന്നത്. സുന്ദരാക്ഷനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുന്നിയൂർ പഞ്ചായത്ത് 1-ാം വാർഡ് മന്ദലാംകുന്നിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മാലിന്യ പ്ലാന്റിനെതിരെ നാട്ടുകാർ ജനവാസം കുറവായ മറ്റു മേഖലകളിൽ പ്ലാന്റ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകി. വേലൂരിൽ പുരാവസ്തു വകുപ്പിന്റെ അനാസ്ഥ മൂലം ഒരു ചരിത്ര സ്മാരകം വിസ്മൃതി തേടലിന്റെ വക്കിൽ. സംസ്കൃതം, മലയാളം തുടങ്ങിയ ഭാഷകൾക്ക് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ അർണോസ് പാതിരിയുടെ 2.5 നൂറ്റാണ്ട് പഴക്കമുള്ള ഭവനമാണ് തകർച്ച നേരിടുന്നത്. അധികൃതർ നടപടിയെടുക്കണമെന്ന ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.